ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. നമ്മൾ ലുലു വരെ ഒന്ന് പോവുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. താഴെയാണ് ഡ്രൈവറിക്ക് വന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങിയ സമയം അവിടെ ഡ്രൈവറിക്ക ഇല്ലായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വണ്ടി നിർത്തി വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഡ്രൈവറിക്ക ഒന്നും കൂടി റൗണ്ട് അടിക്കാൻ പോയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പോകുന്നത് ഈവനിങ് ആണ് കേട്ടോ. അപ്പോൾ ഈ മാസം നമ്മൾ ലാസ്റ്റ് 20th ഒക്കെ ആകുമ്പോൾ നമ്മൾ നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതുപോലെ ഇന്ന് രാവിലെ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വഴിയിലൊക്കെ ചെറിയ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഡ്രൈവറിക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ ഈ ഒരു വീഡിയോ നമ്മൾ ഒരു ദിവസം എടുത്തതല്ല കേട്ടോ, പല ദിവസങ്ങളിൽ എടുത്ത വീഡിയോ എല്ലാം കൂടെ യോജിപ്പിച്ചൊരു വീഡിയോ ആക്കി ഇടുന്നതേ ഉള്ളൂ. അങ്ങനെ അധികം വൈകാതെ തന്നെ നമ്മൾ ഡ്രൈവറിക്കൊക്കെ വന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ ലുലുവിലോട്ട് പോയി. ഇവിടുന്ന് വലിയ ഡിസ്റ്റൻസും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ലുലുവിലെത്തി കേട്ടോ. അങ്ങനെ എത്തിയ പാടെ തന്നെ ഐസുവിന് ട്രോളി എടുത്ത് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ മൊബൈലിൻ്റെയും അതുപോലെ ലാപ്ടോപ്പിൻ്റെ ഒക്കെ സെക്ഷനിൽ നല്ല തിരക്കും കാര്യങ്ങളും ആയിരുന്നു കേട്ടോ. എന്തോ ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ സർവീസൊക്കെ ചെയ്ത് കിട്ടാൻ ഭയങ്കര താമസമായിരിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നൊന്നും മേടിക്കുന്നില്ല. അതുപോലെ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് 1 മാസത്തോളമായിട്ടോ. പക്ഷേ വോയിസ് ഓവർ എടുക്കുന്നത് ഇപ്പോഴാണ്. അപ്പോൾ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇന്ന് ഫ്രൈഡേ ആയിട്ട് പോലും വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ ചില സാധനത്തിനൊക്കെ ചെറിയ ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ സോക്സിനൊന്നും വലിയ റേറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു സെറ്റ് സോക്സ് മേടിക്കുന്നുണ്ട്. അപ്പോൾ പല ടൈപ്പ് സോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മേടിച്ചത് ഈ ഒരു നോർമൽ ടൈപ്പാണ് കേട്ടോ. ഇത് 5 സെറ്റ് വരുന്നതാണ്. വലിയ റേറ്റും ഇല്ല, എന്നാൽ നല്ല ക്വാളിറ്റി സാധനവുമാണ് കേട്ടോ. പിന്നെ വാവയ്ക്ക് വേണ്ടി നമ്മളൊരു ടീഷർട്ടും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷനിൽ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ആകപ്പാടെ 1-2 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡ്രസ്സിനൊന്നും വലിയ ഓഫറും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ ടീഷർട്ട് മേടിക്കണമായിരുന്നു. അങ്ങനെ ടീഷർട്ടിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ടീഷർട്ട് അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ടെങ്കിലും നല്ല ക്വാളിറ്റി സാധനമാണ് കേട്ടോ. നല്ലപോലെ ലാസ്റ്റ് ചെയ്യും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൈസ് കിട്ടാൻ ഭയങ്കര പാടാണ്. ടീഷർട്ട് ഒരുപാട് കളറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വേണ്ട സൈസ് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ടീഷർട്ടിൻ്റെ സെക്ഷനിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. തീരെ കിട്ടുന്നുണ്ടായിരുന്നില്ല. എല്ലാം മീഡിയവും സ്മോളും ഒക്കെ ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് വലിയ കളറൊന്നും നോക്കാതെ സൈസ് കിട്ടിയതൊക്കെ നമ്മൾ എടുക്കുമായിരുന്നു. അങ്ങനെ ടീഷർട്ടിൻ്റെ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം വാവയുടെയൊക്കെ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ പിന്നെയും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ടൈപ്പ് ടീഷർട്ടുണ്ട്. പക്ഷേ ഇത് ന്യൂ ബോണിൻ്റെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആ സെക്ഷനിൽ നിന്ന് മാറി പിന്നെ അടുത്ത ടോയ്സിൻ്റെ സെക്ഷനിലാണ് എത്തിയത്. ഇത് ടോയ്സിൻ്റെ സെക്ഷൻ ഫുള്ള് ഓഫറിൽ ഇട്ടിട്ടുണ്ട്. ഈ കിച്ചൺ സെറ്റും എല്ലാം ഓഫറാണ്. കിച്ചൺ സെറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെങ്കിലും ഇപ്പോൾ ആൾക്ക് ഇതൊക്കെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് തന്നെ നശിപ്പിക്കും. പിന്നെ അവിടെ നിൽക്കുക വാവയ്ക്ക് വേണ്ടി ബോളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ടോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടോയ്സൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ഹൊറർ മൂവീസിൽ കാണുന്ന പോലത്തെ ടോയ്സ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രസം ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നേരിട്ട് കാണാൻ. പക്ഷെ അതിനൊക്കെ നല്ല റേറ്റ് ആയിരുന്നു. ഈ ഒരു രീതിയിലുള്ളതും അതുപോലെ ടെഡ്ഡി ബിയർ ടൈപ്പും അങ്ങനത്തെ എല്ലാത്തിനും നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അടുത്തതായിട്ട് എൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. പക്ഷെ വലിയ സെലക്ഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഡ്രസ്സ് എടുക്കാനല്ല വേറെ എന്തെങ്കിലും സാധനം മേടിക്കാനാണ് വന്നിരുന്നെങ്കിൽ ഡ്രസ്സിൻ്റെ സ്ഥലം എത്തുമ്പോൾ നല്ല സെലക്ഷനൊക്കെ കാണും കേട്ടോ. പക്ഷെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മാത്രം വരുമ്പോൾ വലിയ സെലക്ഷനൊന്നും കാണാറില്ല. അങ്ങനെ ഇതാണ് സൈസും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതാണ് ഏറ്റവും മെനക്കേട്. അങ്ങനെ കുറേ സമയം അവിടെയും സ്പെൻഡ് ചെയ്തു. എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഞാൻ ഡ്രസ്സ് ട്രൈ ചെയ്യുന്ന സമയമെല്ലാം വാവ നല്ല കളിയായിരുന്നു. ആൾ ഓരോ ഡ്രസ്സും പിടിച്ചു നോക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ സൈസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതും തിരിച്ചു വെച്ച് പിന്നെ അടുത്ത ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോയി. ആ ടൈമിൽ ഇക്കായും വാവയും നല്ല കളിയായിരുന്നു. അവർ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് എനിക്ക് പറ്റിയ സൈസിൻ്റെ ഡ്രസ്സൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ വലിയ ലുക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം നമ്മൾ നൈറ്റ് മാതിരിയൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ഡ്രസ്സിനോട് വല്ലാത്തൊരു അട്രാക്ഷനായിരുന്നു കേട്ടോ, ഈ ഒരു ബ്ലൂ കളർ ഡ്രസ്സിനോട്. പക്ഷേ സൈസ് ഉണ്ടായിരുന്നില്ല. കാണാൻ നല്ല ലുക്കായിരുന്നു കേട്ടോ, ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെയല്ല. അങ്ങനെ ലാസ്റ്റ് ഈ കൈയിരിക്കുന്ന സംഭവമൊക്കെ ഞാൻ ഇട്ട് നോക്കുന്നുണ്ട്. അവസാനം ഞാനൊരു ജീൻസിൻ്റെ ഒരു ഗൗണാട്ടോ എടുത്തത്. അങ്ങനെ ഞാൻ ഡ്രസ്സ് എടുക്കുന്ന ടൈമിൽ വാവ ബോളൊക്കെ ആയിട്ട് നല്ല കളിയാണ്. ആൾക്ക് ബോൾ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഐസൂനുള്ള ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഐസിൻ്റെ ഹെയർ ബാൻഡൊക്കെ ഓരോ സ്ഥലത്ത് പോയി വരുമ്പോൾ ഒക്കെ മിസ്സാവുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ആൾ ഒടിച്ചും കളയാറുണ്ട്. അങ്ങനെ ഇങ്ങനത്തെ ടൈപ്സ് ആയിരുന്നു കൂടുതലും. അപ്പോൾ അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വാവയ്ക്ക് അതെല്ലാം വലുതായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. ഈ ഒരു ടൈപ്പ് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആൾ ഒടിച്ചു കളയും കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഓരോ റായായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. വാവയ്ക്ക് ഹെയർ ബാൻഡ് വെക്കാനൊന്നും വലിയ താല്പര്യമോ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ അങ്ങക്ക് അവൾ വെച്ച് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മളത് വെക്കേണ്ട താമസം ആളത് എടുത്തെറിയും കേട്ടോ. പിന്നെ അവിടുന്ന് ഹെയർ ബാൻഡും കാര്യങ്ങളൊന്നും മേടിച്ചില്ലെങ്കിലും വേറെ കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ടിഫിൻ ബോക്സിൻ്റെ ഒക്കെ സെക്ഷനിലെത്തി കേട്ടോ. നമുക്ക് ടിഫിൻ ബോക്സ് ഒക്കെ മേടിക്കണം. കാരണം നമ്മൾ 11 മണിക്കാണ് ഫ്ലൈറ്റ് വരുന്നത്. 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ വാവയ്ക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ ഫുഡ് കരുതണമല്ലോ. അതുകൊണ്ട് തന്നെ ടിഫിൻ ബോക്സും കൂടി മേടിക്കുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് സാധനം കൂടി മേടിച്ചതിന് ശേഷം നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ബില്ലടിക്കുന്ന സ്ഥലം എത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ആ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് ആൾ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ റൂമിലെത്തിയ ടൈമിൽ നമ്മൾ ഫുഡും കൂടിയൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ നമ്മുടെ ഹൈദരാബാദി ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ 65ഉം പിന്നെ വാവയ്ക്ക് വേണ്ടി ഞാൻ ഒരു മുട്ടയും കൂടി പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. ആൾ മുട്ടയുടെ മഞ്ഞ കഴിക്കില്ല, വെള്ള മാത്രമേ കഴിക്കൂ. അതുകൊണ്ട് തന്നെ വെള്ള എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സാലഡും അച്ചാറും ആയിരുന്നു കേട്ടോ നമുക്ക് ലഞ്ച് സ്പെഷ്യൽ. അതുപോലെ ഈ ഒരു സമയമായപ്പോൾ 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു. ബിരിയാണി കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ ചിക്കൻ ഫ്രൈ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുവാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കുടിക്കാൻ പെപ്സിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടി കഴിക്കുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ വാവയ്ക്കും ബിരിയാണി റൈസും അതുപോലെ തന്നെ ഈ മുട്ടയുടെ വെള്ളയുമാണ് കേട്ടോ കൊടുക്കുന്നത്. ബാക്കിയുള്ള വീഡിയോ എടുത്തത് അടുത്ത ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പോൾ ഓരോ ഫ്രൈഡേ ഓഫ് കിട്ടുന്ന അനുസരിച്ചാണ് നമ്മൾ സാധനമൊക്കെ മേടിക്കാൻ പോയത്. അങ്ങനെ ആദ്യം തന്നെ ഫോട്ടോ എടുക്കുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഐസൂൻ്റെയും ഫോട്ടോ എടുക്കണമായിരുന്നു വിസയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി. പക്ഷേ ആൾ തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു. ആൾക്കിങ്ങനെ പുറത്തുനിന്ന് പരിചയമില്ലാത്തവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അങ്ങനെ ഓരോ പാട്ടും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അവസാനം ഫോട്ടോ വന്നപ്പോഴും നല്ല കരഞ്ഞ മുഖം തന്നെയായിരുന്നു. അങ്ങനെ അതിനുശേഷം നമ്മൾ തൊട്ടടുത്തുള്ള വേറൊരു സൂപ്പർ മാർക്കറ്റിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ബാക്കിയും കൂടി ഒന്ന് മേടിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നാട്ടിലത്തേക്ക് വളരെ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ കൊണ്ടുവന്നത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നമ്മൾ പശുമിഠായി ഒക്കെ ഇല്ലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കുന്നുണ്ട് നാട്ടിൽ കൊണ്ടുപോകാൻ.
അങ്ങനെ ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചതിന് ശേഷം കുറച്ച് നട്ട്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ വലിയ ആളും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇക്കാക്ക് ഡ്രസ്സ് എടുക്കണമായിരുന്നു, അതുകൊണ്ട് തന്നെ മെൻസിൻ്റെ സെക്ഷനിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ജീൻസും അതുപോലെ ടീഷർട്ടും ആണ് കേട്ടോ നോക്കുന്നത്. ആ ഒരു ടൈമിൽ ജീൻസിനൊക്കെ അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇക്കാക്കുള്ള ജീൻസൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടൈമിൽ. അതുപോലെ ഈ ഒരു ഡ്രസ്സ് എടുക്കുന്ന സ്ഥലത്തും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ലേഡീസിൻ്റെ സെക്ഷനിൽ ഒട്ടും തിരക്കില്ലായിരുന്നു കേട്ടോ. അവിടെ വലിയ സെലക്ഷനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്കത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഞാൻ ലേഡീസിൻ്റെ സെക്ഷനും കൂടി ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും ഡ്രസ്സും ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ച് ഡ്രസ് മെറ്റീരിയൽസും ഉള്ളായിരുന്നു ആ ഒരു ടൈമിൽ. പിന്നെ ലേഡീസിൻ്റെ തന്നെ നമ്മൾ പേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള സെക്ഷനിലോട്ട് ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. ഇതൊക്കെ ഓഫറിലാണ് കേട്ടോ, പക്ഷേ വലിയ രസമൊന്നുമില്ല കാണാൻ. ഈ ഫോണിൽ കാണുന്ന അത്രയും പോലും ഭംഗിയില്ല നേരിട്ട് കാണാൻ. അപ്പോൾ പിന്നെ ജസ്റ്റ് നോക്കിയതിന് ശേഷം നമ്മൾ വേറെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിട്ടോ. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ഐസുവിന് അവിടുന്ന് ഹെയർ ബാൻഡും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരുപാട് പേളിൻ്റെയും അതുപോലെ കല്ല് വെച്ച മാലയും അതുപോലെ അതിൻ്റെ സെറ്റായിട്ടൊക്കെ നല്ല ഭംഗിയുള്ള കളക്ഷൻസും ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു, കണ്ടാൽ തന്നെ നല്ല ഭംഗി തോന്നിക്കുന്നു ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വാവയുടെ ഹെയർ ബാൻഡിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ നോക്കി അകത്തേക്ക് പോവുകയാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ലേഡീസ് ഐറ്റംസ് നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ ഒരു രസമല്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ അകത്ത് പോയി കുറേ നേരം നോക്കിയതിന് ശേഷമാണ് കേട്ടോ ആ ഒരു സെക്ഷനിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ നമുക്ക് അവിടെ നിന്ന് ടിഫിൻ ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് കണ്ടത് മൊത്തം പ്ലാസ്റ്റിക് ആയിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അകത്ത് കുറച്ച് സ്റ്റീൽ വരുന്ന ടൈപ്പാണ്. അപ്പോൾ വാവയ്ക്കൊക്കെ സ്റ്റീൽ വരുന്ന ടൈപ്പല്ല നല്ലത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പാണ് കേട്ടോ നമ്മൾ മേടിക്കുന്നത്. അങ്ങനെ ടിഫിൻ ബോക്സൊക്കെ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ 2 ടിഫിൻ ബോക്സും പിന്നെ ഐസുവിനൊരു ബോട്ടിലും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഐസിൻ്റെ ബോട്ടിൽ തീരെ ചെറുതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തവണ കുറച്ച് വലിയ ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മളുടെ 3ാമത്തെ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് നട്ട്സ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നട്ട്സിനൊന്നും വലിയ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം അത്യാവശ്യം നല്ല റേറ്റാണ് കേട്ടോ. എന്നാലും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നട്ട്സൊക്കെ മേടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഡേറ്റ്സും കൂടി മേടിക്കുന്നുണ്ട്. ഡേറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വീട്ടിലത്തേക്കും മേടിക്കുന്നുണ്ട്, അതുപോലെ കൊണ്ടുപോകാനും ഇച്ചിരി മേടിക്കുന്നുണ്ട്. അപ്പോൾ ഡേറ്റ്സിന് ചെറുതായിട്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം മേടിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ മേടിക്കുന്നുണ്ട്. സോപ്പും അതൊക്കെ എല്ലാം കുറച്ച് മേടിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ മെയിനായിട്ട് നമ്മൾ കോടാലിത്തൈലം എടുത്തിട്ടുണ്ട്. ഇത് നാട്ടിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഇക്കാക്കും വേണ്ടിയാണ് കേട്ടോ.
അത് മസ്റ്റായിട്ട് നമ്മൾ മേടിക്കുന്ന സംഭവമാണ്. അപ്പോൾ അതും കൂടി ഒന്ന് മേടിക്കുന്നുണ്ട്. പിന്നെ ബേബീസിൻ്റെ സെക്ഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് വേണ്ടി ഡയപ്പർ മേടിക്കണമായിരുന്നു. അപ്പോൾ ഡയപ്പറൊക്കെ എത്ര മേടിച്ചാലും തികയത്തില്ലല്ലോ. ഇത്തവണ ചെറിയ രീതിയിൽ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഓഫർ വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു വലിയ ബോക്സ് മേടിക്കും. അപ്പോൾ ഇത്തവണയും അത് മേടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സംഭവം ഓൺലൈൻ വഴി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് നമ്മളെ വീട്ടിലത്തേക്ക് ഫുഡ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് തൈരും അതുപോലെ തന്നെ പാലും കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. പിന്നെ നമ്മൾ സാധാരണ ഉള്ളി, സവോള അങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം മേടിച്ചതിന് ശേഷം നമ്മൾ നല്ല ടയേർഡായിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഐസൂനൊരു സ്പൈഡർമാൻ്റെ മാസ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം പിടിച്ച് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് രാത്രിത്തെ ഫുഡ് മേടിക്കാനാണ് കേട്ടോ. അപ്പോൾ രാത്രി നമ്മൾ KFC ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ KFC നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം മേടിച്ച് നമ്മൾ വീട്ടിൽ പോകുന്ന വഴിയിൽ നമ്മൾ സ്പ്രേയും കൂടി മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാട്ടിലത്തേക്കും അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയും എല്ലാം സ്പ്രേ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ സ്പ്രേയും മേടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈ KFC ഒക്കെ നല്ല ചൂടോടുകൂടി കഴിച്ചാലല്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൂ. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിയ വട തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ KFCയും അതുപോലെ സോസും പെപ്സിയും അതുപോലെ തന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും എല്ലാം ഒക്കെ ആയിട്ട് നമ്മൾ ഡിന്നർ കഴിക്കുവാണ്. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഐറ്റം ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈവനിങ് നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാനൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ ഷോപ്പിംഗ് വിശേഷവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ.